പുന്നയൂർ പഞ്ചായത്തിൽ നടന്ന വിവിധ പദ്ധതികളിലെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് പറഞ്ഞു. UDF പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിന് ശേഷം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടാറിംഗ് കഴിഞ്ഞ റോഡുകൾ ആഴ്ചകൾക്കകം പൊളിഞ്ഞത് അഴിമതിയുടെ ഭാഗമാണ്. മഴക്കെടുതിയിൽ വീടുകളിൽ വെള്ളം കയറിയ പാവപ്പെട്ട ജനങ്ങൾക്ക് പഞ്ചായത്തിൽ ക്യാമ്പ് അനുവദിക്കാതിരുന്നത് പ്രസിഡന്റിന്റെ ധിക്കാരമാണ്, CH റഷീദ് പറഞ്ഞു. അധികാരത്തിലേറിയാൽ തീരദേശവാസികൾക്ക് പട്ടയവും വീടിന് നമ്പറും അനുവദിക്കുമെന്ന് പറഞ്ഞ് 4.5 കൊല്ലമായിട്ടും ഒന്നും നടന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായും നമ്മൾ രണ്ടു കൂട്ടരും അല്ലാത്തൊരു കക്ഷിയുടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കരുതുന്നത് UDFന്റെ ശക്തി കുറക്കാൻ മൂന്നാം കക്ഷിക്ക് കുറച്ച് സീറ്റുകൾ ഉണ്ടാക്കി UDFന്റെ എണ്ണം കുറച്ച് സീറ്റുകൾ കുറച്ച് വീണ്ടും അധികാരത്തിൽ കയറി വരാമെന്ന് അല്ലെങ്കിൽ നിലനിർത്താമെന്ന വ്യാമോഹമാണെങ്കിൽ അതിനെയും മറികടക്കും. എല്ലാ വാർഡുകളെ അതിർവരമ്പുകളെ മാറ്റി തിരിച്ച് നിങ്ങളെ എല്ലാത്തിനും അപ്പുറത്തേക്ക് കടന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾ കരുതേണ്ടതില്ല. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ IP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എടക്കര ജുമാ മസ്ജിദിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. MV ഹൈദരലി, RP ബഷീർ, ഉമ്മർ മുക്കണ്ടത്ത്, അജിതൻ മച്ചിങ്ങൽ, MV ഷക്കീർ, CV സുരേന്ദ്രൻ, PK ഹസൻ, C മുഹമ്മദ് അലി, TK ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF പഞ്ചായത്ത് കൺവീനർ M കുഞ്ഞുമുഹമ്മദ് സ്വാഗതവും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി C അഷ്റഫ് നന്ദിയും പറഞ്ഞു.